എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ വരുമാനം, അതായത് ഇൻകം എങ്ങനെ കൂട്ടാമെന്നതിനെ പറ്റിയുള്ള ഒരു കിടിലൻ ഫ്രെയിംവർക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. ആദ്യം തന്നെ ഈ ഫൈനാൻഷ്യൽ സ്ട്രെസ് ഇല്ലേ, അതിനെ നമുക്ക് വേറൊരു ആംഗിളിൽ നിന്ന് നോക്കാം. പിന്നെ ഇൻകം ഉണ്ടാക്കാനുള്ള 4 വഴികൾ ഏതൊക്കെയാണെന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് ആ വരുമാനം എങ്ങനെ കൂട്ടാം, നമുക്കേറ്റവും പറ്റിയ വഴി ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ വരുത്തുന്ന ചില മിസ്റ്റേക്സ്, നല്ല ശീലങ്ങൾ, അങ്ങനെയെല്ലാം നമ്മൾ കവർ ചെയ്യും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. പൈസയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളോടെല്ലാവരും എന്താ പറയാറ്? ചെലവ് കുറയ്ക്കേ എന്നല്ലേ? പക്ഷെ അതിനേക്കാളും ഒക്കെ പവർഫുള്ളായ വേറൊരു സൊല്യൂഷനുണ്ട്. അതെ, എപ്പോഴും കേൾക്കുന്ന ഉപദേശമാണ് കൂടുതൽ സേവ് ചെയ്യൂ എന്നത്. പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഇക്വേഷന്റെ തെറ്റായ ഭാഗത്താണോ എന്ന്? അപ്പോൾ ഇതാണ് ഇവിടത്തെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ്. നമ്മുടെ ഫൈനാൻഷ്യൽ പ്രഷർ കുറയ്ക്കാനുള്ള ഏറ്റവും എഫക്റ്റീവ് വഴി എന്ന് പറയുന്നത് നമ്മുടെ വരുമാനം ആക്റ്റീവായിട്ട് കൂട്ടാൻ ശ്രമിക്കുക എന്നതാണ്. സിമ്പിൾ. ഓക്കേ, അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കാം? ഇത് വെറുതെ ഒരു ജോലി കിട്ടുന്നതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. സത്യത്തിൽ ആളുകൾക്ക് പണം സമ്പാദിക്കാൻ 4 പ്രധാന വഴികളുണ്ട്. ഇതാണ് റോബർട്ട് കിയോസാക്കിയുടെ ഫേമസ് ആയ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്. ഇത് വളരെ ലളിതമായി പണം വരുന്ന 4 വഴികളെ കാണിച്ചു തരുന്നുണ്ട്. 1. ഇ ഫോർ എംപ്ലോയി, അതായത് ജോലിക്കാർ. 2. എസ് ഫോർ സെൽഫ് എംപ്ലോയിഡ്, സ്വയം തൊഴിൽ ചെയ്യുന്നവർ. 3. ബി, ബിസിനസ് ഓണേഴ്സ്. 4. ഐ, ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോൾ ഈ ക്വാഡ്രന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വരുമാനത്തിനെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇയും എസും ആക്റ്റീവ് ഇൻകമാണ്, അതായത് നമ്മൾ ആക്റ്റീവായിട്ട് പണിയെടുത്താൽ മാത്രം പൈസ കിട്ടും. റൈറ്റ് സൈഡിലുള്ള ബിയും ഐയും പാസീവ് ഇൻകമാണ്. അവിടെ നമ്മൾ നേരിട്ട് പണിയെടുത്തില്ലെങ്കിലും പണം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വഴികളാണുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ ഈ 4 ഏത് വഴിയിലാണെങ്കിലും ശരി, നമ്മുടെ ഇൻകം എങ്ങനെ കൂട്ടാം എന്ന് നോക്കാം. അതിന് പ്രാക്ടിക്കലായിട്ടുള്ള 4 സ്റ്റെപ്പുകളുള്ള ഒരു ഫ്രെയിംവർക്കുണ്ട്. ഈ ഫ്രെയിംവർക്കിനെ നമുക്ക് എളുപ്പത്തിൽ ഓർക്കാൻ SNLG എന്ന് വിളിക്കാം. S ഫോർ സ്കിൽസ്, N ഫോർ നെറ്റ്വർക്ക്, L ഫോർ ലീവറേജ്, പിന്നെ G ഫോർ ജോഗ്രഫി. അപ്പോൾ ഒന്നാമത്തെ കാര്യം സ്കിൽസ്. നമ്മുടെ കഴിവുകൾ എപ്പോഴും മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. കാരണം നമ്മൾ എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുവോ അത്രത്തോളം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് ടെക്നിക്കൽ സ്കിൽസ് ആവാം, സോഫ്റ്റ് സ്കിൽസ് ആവാം. രണ്ടാമത്തത് നെറ്റ്വർക്കാണ്. എന്തു കാര്യം, നമ്മുടെ കയ്യിൽ എത്ര നല്ല സ്കിൽസ് ഉണ്ടായിട്ടും കാര്യമില്ല, അത് ശരിയായ ആളുകളുടെ അടുത്തേക്ക് എത്തണം, അല്ലേ? അവസരങ്ങൾ വരുന്നത് എപ്പോഴും ആളുകളിലൂടെയാണ്. അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ലിവറേജ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ലിവറേജ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരേ എഫേർട്ട് കൊണ്ട് എങ്ങനെ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതായത് വെറുതെ കഷ്ടപ്പെട്ട് പണിയെടുക്കാതെ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. ഈ ഒരു ഉദാഹരണം നോക്കൂ, ഇത് സംഭവം ക്ലിയറാക്കും. ആദ്യം ലിവറേജ് ഇല്ലാതെ വെറും കൈകൊണ്ട് വെള്ളം കോരുന്നു, പിന്നെ കയർ ഉപയോഗിക്കുന്നു, കുറച്ചുകൂടി എളുപ്പമായി. പിന്നെ ഒരു കപ്പി ഉപയോഗിക്കുമ്പോൾ വീണ്ടും എളുപ്പമായി. അവസാനം ഒരു മോട്ടോർ വെച്ചാലോ, നമ്മുടെ പണി ഏറ്റവും കുറഞ്ഞു. ഇതുപോലെ ടെക്നോളജി, അല്ലെങ്കിൽ നല്ല സിസ്റ്റംസ്, അല്ലെങ്കിൽ പണം, ഇതൊക്കെ നമ്മുടെ മോട്ടറായി ഉപയോഗിച്ച് കുറഞ്ഞ പണിയിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ 4ാമത്തെയും അവസാനത്തെയും പോയിന്റാണ് ജോഗ്രഫി, അതായത് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ കൊച്ചിയിലിരുന്ന് ഒരേ ജോലി ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ബാംഗ്ലൂരിലിരിക്കുന്ന ആൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഫിസിക്കൽ ലൊക്കേഷൻ മാത്രമല്ല, ഡിജിറ്റൽ ലൊക്കേഷനും ആവാം. ശരി, അപ്പോൾ ഇത്രയും ഓപ്ഷൻസൊക്കെ മുന്നിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും ചേർന്നത് ഏതാണെന്ന് എങ്ങനെ തീരുമാനിക്കും, അല്ലേ? അതൊരു വലിയ ചോദ്യമാണ്. അതിന് സാം ഓൾട്ട്മാൻ്റെ ഒരു കിടിലൻ കോട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കളിക്കുന്ന പോലെ ഈസിയായി തോന്നുന്ന, പക്ഷെ മറ്റുള്ളവർക്കത് ഒരു വലിയ ജോലിയായി തോന്നുന്ന ഒരു കാര്യം ഉണ്ടാവില്ലേ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതിൽ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയകളെ ഈ ഐസെയർ ഫ്രെയിംവർക്ക് വെച്ച് ഒന്ന് സ്കോർ ചെയ്ത് നോക്കുക. ഐ എന്നാൽ നിങ്ങൾക്ക് എത്രത്തോളം താൽപ്പര്യമുണ്ട്. സി, അത് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ. ഇ, എത്രത്തോളം എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആർ, അതിൽ നിന്ന് എന്ത് റിട്ടേൺ കിട്ടും. എല്ലാത്തിനും 1 മുതൽ 5 വരെ മാർക്ക് കൊടുക്കുക. അവസാനം ഏറ്റവും കൂടുതൽ ടോട്ടൽ സ്കോർ കിട്ടുന്ന ഐഡിയയില്ലേ, അതായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ്. ഓക്കെ, ഇതെല്ലാം വർക്കൗട്ട് ആവണമെങ്കിൽ നമ്മൾ സാധാരണ വരുത്തുന്ന ചില തെറ്റുകളെക്കുറിച്ചും പകരം ഉണ്ടാക്കിയെടുക്കേണ്ട ചില നല്ല ശീലങ്ങളെക്കുറിച്ചും കൂടി അറിയണം. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, വരുമാനം കൂട്ടാനുള്ള വലിയൊരു സാധ്യത മുന്നിലുള്ളപ്പോൾ അത് കാണാതെ
ചെറിയ ചെറിയ ചെലവുകൾ കുറയ്ക്കുന്നതിനെപ്പറ്റി മാത്രം തലപുകയ്ക്കുന്നതാണ്. ആ ഒരു ഫോക്കസ് മാറ്റണം. അതുപോലെ വേഗം പണക്കാരനാകാം എന്നൊക്കെയുള്ള തട്ടിപ്പുകളിൽ പോയി വീഴാതിരിക്കുക. പിന്നെ പണത്തിനു വേണ്ടി മാത്രം ഓടി സ്വന്തം ജീവിതവും കുടുംബവും മറക്കുന്നതും ഒരു വലിയ തെറ്റാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പ്രധാന ശീലം ഇതാണ്. പൈസയ്ക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ടെൻഷൻ അടിക്കുന്നതിന് പകരം ആദ്യം തന്നെ ചോദിക്കുക, എന്റെ വരുമാനം എനിക്ക് എങ്ങനെ കൂട്ടാൻ പറ്റും? ഈ ഒരു ചോദ്യം ഒരു ശീലമാക്കുക. മറ്റുള്ളവർ കൂടുതൽ സമ്പാദിക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെടുന്നതിന് പകരം അവർക്കത് സാധിക്കുമെങ്കിൽ എനിക്കെങ്ങനെത് സാധിക്കും എന്ന് ചിന്തിക്കുക. നേരത്തെ പറഞ്ഞ SNLG, ICR ഫ്രെയിംവർക്കുകളൊക്കെ ഉപയോഗിച്ച് ഇൻകം കൂട്ടുന്നത് പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്താണ് നിങ്ങളുടെ അൺഫെയർ അഡ്വാൻറ്റേജ്? അതായത് നിങ്ങൾക്ക് കളിക്കുന്ന പോലെ ഈസിയായിട്ടും മറ്റുള്ളവർക്ക് ഭയങ്കര പണിയായിട്ടും തോന്നുന്ന ആ കാര്യം എന്താണ്? അത് കണ്ടുപിടിക്കുന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ ഇൻകം പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ.